മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി.വി. അൻവർ എം.എൽ.എ. തന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ആരെയും ഭയമില്ലെന്നും അൻവർ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ വേറെ വഴി നോക്കും. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാര്യങ്ങൾ പഠിച്ച് മുഖ്യമന്ത്രി സംസാരിക്കണമെന്നും ഭരണപക്ഷ എം.എൽ.എ. കൂടിയായ പി.വി. അൻവർ പറഞ്ഞു. പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണം പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളിയതോടെയാണ് മറുപടിയുമായി അദ്ദേഹം രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിച്ചു പറയണമെന്നും പി.വി. അൻവർ പറഞ്ഞു. ഒരു ചുക്കും അടുത്ത് ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറം ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. തന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ആരെയും ഭയമില്ലെന്നും പരോക്ഷമായി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് അൻവർ പറഞ്ഞു. എന്റെ മനോവീര്യം മഞ്ഞുകട്ടോണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ച അതിവിടെ ഈ വെയിലത്ത് പാടും നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്. നിൽക്കാതെ എറിയലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്തത്? ഞാൻ എന്റെ അടിത്തറ ബലപ്പെടുത്തി. എം.ആർ. അജിത് കുമാർ, പി. ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയാ, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ, അവന്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിന്റെ വയർലെസ് സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിന്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും പി. ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. പരോക്ഷമായി മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചതോടെ പാർട്ടിയിൽ നിന്നും പുറത്തേക്കുള്ള വഴി തേടുകയാണ് അൻവർ. ജനം, മലപ്പുറം.